ഇസ്ലാമിക ആഭിചാരത്തിന് വിസമ്മതിച്ച ഭാര്യയെ ഭർത്താവ് ചൂട് മീൻകറി ഒഴിച്ചു പൊള്ളിച്ചു. ചടയമംഗലം ബേക്കൽ സ്വദേശി രാജില ഗഫൂറിന്റെ മുഖത്തേക്കാണ് ഭർത്താവ് ചൂട് മീൻകറി ഒഴിച്ചത്. ദുർമന്ത്രവാദത്തിന് ഭർത്താവിന് മുന്നിൽ മുടി അഴിച്ചിരിക്കാൻ റജില വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു ഭർത്താവ് സജീറിന്റെ ഈ ക്രൂരത. കഴിഞ്ഞ കുറച്ചു നാളുകളായി റജിലയുടെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചൽ ഏറത്തുള്ള മന്ത്രവാദിയുടെ അടുത്ത് റജിലയെ സജീർ കൊണ്ടുപോകുമായിരുന്നു. സംഭവത്തിൽ സജീറിനെതിരെ അഞ്ചൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. എം മനോജ്, ഇത് എന്തൊരു ക്രൂരതയാണ്! ഇയാൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരും. ആരാണ് ഈ മന്ത്രവാദി, ആരാണെന്ന് മനസ്സിലായോ? അതുപോലെ തന്നെ ഈ പ്രതിയെ പിടികൂടിയോ? എന്താണ് ഇയാൾ പറയുന്നത്? അശ്വതി, റജിലയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സജീറിനെതിരെ കേസെടുത്തിരിക്കുന്നത് ചടയമംഗലം പോലീസാണ്. ഇതിൽ തന്നെ 36-കാരിയായിട്ടുള്ള റജില ഗഫൂറിനാണ് ഈ പൊള്ളലേറ്റിട്ടുള്ളത്. അതായത് ദിവസങ്ങളായി തന്നെ ഈ ഒരു തർക്കം ഇവർ തമ്മിൽ തുടരുകയായിരുന്നു. അതായത് ഈ റജിലയുടെ ശരീരത്തിൽ സാത്താൻ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭർത്താവായിട്ടുള്ള സജീർ ഒരു മന്ത്രവാദിയുടെ, അതായത് ഈ ഉസ്താദിൻ്റെ അടുത്താണ് കൊണ്ടുപോയത്. ഇസ്ലാമിക മന്ത്രവാദിയാണ്. അവിടേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള സാധനങ്ങളുമായി റജിലയുടെ അടുത്ത് വന്ന് റജിലയോട് മുടി അഴിച്ചിട്ട ശേഷം തൻ്റെ മുന്നിൽ ഇരിക്കാൻ പറഞ്ഞു. എന്നാൽ അതിന് വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. റജില പറഞ്ഞു തനിക്ക് ഇതൊന്നും പറ്റില്ല എന്നുള്ള കാര്യം ഭർത്താവിനോട് പറഞ്ഞു. ഇത് തമ്മിലുള്ള തർക്കം തുടർന്നു വന്നു. അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ഈ സജീർ അവിടേക്ക് എത്തി. അവിടെയുണ്ടായിരുന്ന തർക്കത്തെ തുടർന്ന് ഈ മീൻകറി, അതായത് അടുപ്പിലുണ്ടായിരുന്ന തിളച്ച മീൻകറി എടുത്ത് ഈ റജിലയുടെ മുഖത്തേക്ക് ഒഴിക്കുന്നത്. ഈ റജിലയുടെ മുഖത്തും ശരീരത്തിലാകമാനും പൊള്ളലേറ്റിട്ടുണ്ട്. ഈ റജിലയുടെ നിലവിളി കേട്ട് അവിടെ എത്തിയ നാട്ടുകാരും സമീപത്തുള്ള ആളുകൾക്കുമൊക്കെയാണ് ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ, പിന്നീട് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം തന്നെയാണ്. അതായത് ഈ ആഭിചാര ക്രിയയ്ക്ക് വിസമ്മതിച്ച, ഇസ്ലാമിക ആഭിചാര ക്രിയയ്ക്ക് വിസമ്മതിച്ച ഭാര്യയുടെ മുഖത്തേക്കാണ് ഈ ഭർത്താവ് മീൻകറി ഒഴിച്ചിട്ടുള്ളത്. അതും ചൂടോടെയുള്ള മീൻകറി കൊണ്ട് ആ മുഖമെല്ലാം തന്നെ ഇപ്പോൾ വികൃതമാണ്. എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ റജില തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന്. ഇതിൽ ചടയമംഗലം പോലീസാണ് ഈ സാജിറിനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഈ കേസിൽ FIR-ൽ കൃത്യമായി പറയുന്നുണ്ട് ഈ ഉസ്താദിൻ്റെ അടുത്തു നിന്നും കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളുമായി ഈ റജിലയെ സമീപിച്ചപ്പോൾ അതിന് വിസമ്മതിച്ചു. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള തർക്കമാണ് ഇത്തരത്തിലേക്ക് നയിച്ചത് എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ റജില ഗഫൂർ ജനം ടിവിയോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇന്നലെയാണ് നടന്നത്. ഇന്നലെ കറി തിളച്ചുകൊണ്ടിരുന്ന കറിയാണെങ്കിൽ ഹസ്ബൻഡ് തട്ടി തെറിപ്പിച്ചതാ. കാരണം ഇതിനു മുന്നേ ഒരു 2-3 ആഴ്ചക്ക് മുന്നേ ഒരു ഉസ്താദ് എൻ്റെ അടുത്ത് പോയി കുറച്ച് സാധനങ്ങളും കൊണ്ടുവന്നിട്ട് തലക്കിഴിയാൻ തലമുടി അഴിച്ചിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇരുന്നില്ല. അതിനെ പ്രതികരിക്കുകയൊക്കെ ചെയ്ത് ആ ഉസ്താദിന്റെ ഫോൺ നമ്പർ വിളിച്ച് തരാൻ പറഞ്ഞ് ആ ഉസ്താദിനോട് ഞാൻ എതിർത്ത് കുറെ സംസാരിച്ച്. അപ്പൊ ഉസ്താദ് തന്നെ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ആ കൊച്ചിന് ഇഷ്ടമല്ലേ ചെയ്യേണ്ട, മാറ്റി വയ്ക്കാൻ പറഞ്ഞ്. എനിക്ക് എന്തോ ബർക്കത്തും കാര്യങ്ങളും ഉണ്ടാകാൻ ചെയ്ത്താൻ കൂടിയിരിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഖുർആൻ ഞാൻ ഖുർആൻ ഓതി നേടിക്കോളാം, എനിക്കല്ലാതെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അതിന്റെ തലേ ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിത പ്രശ്നമായിട്ട് കുറച്ച് സംസാരിച്ചപ്പോഴേ ഞാൻ പ്രതികരിച്ചായിരുന്നു കേട്ടോ. വീണ്ടും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, വളരെ ആശങ്കാജനകമായ ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ. ഈ ഇസ്ലാമിക ആഭിചാരം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വേരുറയ്ക്കുന്നു എന്നൊരു ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നത്. അത് നമുക്ക് സമൂഹത്തെ ബോധിപ്പിക്കേണ്ടതുണ്ട് ഈ വാർത്തയിലൂടെ. ഏതായാലും ഈ ഉസ്താദ് ആരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? തീർച്ചയായും അഞ്ചൽ ഏറത്തുള്ള ഒരു ഉസ്താദ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഈ റജിലയെ ആദ്യം കൊണ്ടുപോയതും പിന്നീട് അവിടെ നിന്നാണ് ഈ റജിലയുടെ ഭർത്താവ് സാധനങ്ങളുമായി വീട്ടിലേക്ക് എത്തിയതെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും വളരെയധികം ആശങ്കാജനകമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇത്. നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഇത്തരത്തിൽ ഇസ്ലാമിക മന്ത്രവാദവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു യുവതിയുടെ മുഖത്തേക്ക് ഈ ഭർത്താവ് തന്നെ ഈ വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു മീൻകറി
മീൻകറി എടുത്ത് ഒഴിച്ചുകൊണ്ട് ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിരിക്കുന്നു. അത് മുഖത്താകമാനം പൊള്ളലേറ്റിട്ടുണ്ട്. ചികിത്സയിൽ തുടരുകയാണ് യുവതി. ചടയമംഗലം പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഇസ്ലാമിക ആഭിചാരത്തിന് വിസമ്മതിച്ചതിനാണ് ഇങ്ങനെ ഒരു ആക്രമണം ഈ ഭാര്യയ്ക്ക് നേരെ, അതായത് സ്വന്തം ഭാര്യയ്ക്ക് നേരെ പോലും ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുവാൻ വേണ്ടി ഇവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഉസ്താദുമായും ഇവർ സംസാരിച്ചിരുന്നുവെന്ന് അവരുടെ എന്തിനാണ് ആഭിചാരം നടത്തിയത് എന്ന കാര്യത്തിൽ പോലീസിനോട് എന്തെങ്കിലും മൊഴി നൽകിയിട്ടുണ്ടോ? നിലവിൽ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഈ ഭാര്യയുടെ ദേഹത്ത് സാത്താൻ കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നത്. ഈ ഉസ്താദിനെ പോയി കാണുകയും അവിടെ നിന്നും ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഭാര്യയുടെ അടുക്കലേക്ക് വന്നതും തുടർന്നാണ് ഈ ഉസ്താദ് പറഞ്ഞതുപോലെ ഭാര്യയെ മുന്നിലിരുത്തി മുടിയഴിച്ചിട്ടുകൊണ്ട് ഈ കൊടുത്തയച്ച സാധനങ്ങൾ ഇടുവാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ അതൊന്നും തന്നെ ഭാര്യ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ഈ യുവതി സമ്മതിച്ചില്ല. അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു തർക്കമുണ്ടാകുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. ഈ സജീറും അതോടൊപ്പം തന്നെ ഭാര്യയും തമ്മിലുള്ള തർക്കത്തിൽ നേരത്തെയും പോലീസിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആഭിചാര ക്രിയയിലൂടെ, അതായത് ഈ ഇസ്ലാമിക ആഭിചാര ക്രിയയുമായി ബന്ധപ്പെട്ട മനോജ്, ഇപ്പോൾ ഇസ്ലാമിക ആഭിചാരം കേരളത്തിൽ പിടിമുറുക്കുന്ന ആശങ്കാജനകമായ വാർത്തയാണ് ജനം TV പുറത്തുവിട്ടത്.